കാറിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ടതും ആരുവിൻ്റെ കൈ ഭാനുവിൻ്റെ കയ്യിൽ മുറുകി. ഭാനു ഒരു രക്ഷയ്ക്ക് വേണ്ടി ചുറ്റും നോക്കി. എന്താ ആരു, എന്നെ കണ്ട് പേടിച്ചോ? എന്നെ വെറുതെ വിട്ടേക്ക്. താനിങ്ങനെ പേടിക്കാതെ, ഞാൻ തന്നെ രക്ഷിക്കാൻ തന്നെയാണ് വന്നത്. ചേച്ചി, ഇയാളെ വിശ്വസിക്കരുത്. ഇയാൾ ആകാശ് ചേട്ടൻ്റെയും സ്നേഹ ചേച്ചിയുടെയും ആളാ. പെട്ടെന്ന് അവിടേക്ക് കുറേ പേര് ടോർച്ചടിച്ച് വരുന്നത് കണ്ടതും ജഗൻ ആരുവിനെ നോക്കി. ആരു, ആകാശിൻ്റെ ആളുകൾ വരുന്നുണ്ട്, നീ കാറിൽ കയറ്. ചേച്ചി, ഇയാൾ ചേച്ചിയെ ചതിക്കാൻ നോക്കുക. ഭാനു, നീ പോയിക്കോ, ഞാൻ ജഗൻ്റെ ഒപ്പം പോവുക. ചേച്ചി, മോളെ, ഇങ്ങനെയാണെങ്കിലും അവരെന്നെ പിടിക്കും. ഇനിയും ഓടാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പോവുക. ആരു, കാറിൽ കയറ്. അവർ അടുത്തെത്തി. അവൾ ഭാനുവിനെ നിറഞ്ഞ കണ്ണാൽ നോക്കി കാറിൽ കയറി. മോളെ, ഞാൻ നിനക്ക് വാക്ക് തരിക. നിന്റെ ചേച്ചിയെ ഞാൻ ശക്തി സാറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നിൽക്കുന്നില്ല. ഇതും പറഞ്ഞ് ജഗൻ കാർ സ്റ്റാർട്ട് ചെയ്തതും ആരു ഭാനുവിനെ നോക്കി കാർ നീങ്ങി തുടങ്ങിയതും ഭാനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജഗൻ, കാറൊന്ന് നിർത്തൂ. എന്താ ആരു? എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ജഗൻ സൈഡാക്കി കാർ നിർത്തിയതും ആരു ഇറങ്ങി. ആരു, താൻ ഓക്കെയാണോ? പെട്ടെന്ന് അവൾ വീഴാനായി പോയതും ജഗൻ അവളുടെ കയ്യിൽ കോരിയെടുത്ത് കാറിൽ കയറ്റി. പിന്നെ അടുത്തുള്ള ക്ലിനിക്കിലേക്ക് വിട്ടു. ഡോക്ടർ, ആരുവിന് പ്രഷർ കുറഞ്ഞതാണ്. ഇന്നിവിടെ കിടക്കട്ടെ, നാളെ ഡിസ്ചാർജ് ആക്കാം. ഡോക്ടർ അത് പറഞ്ഞു പോയതും ജഗൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി സ്നേഹ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ ജഗൻ, നീ എവിടെയാ? ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിരിക്കുക. നീ മാരേജിന് വരില്ലേ? മറ്റന്നാളല്ലേ? അതെ, നീ നാളെ തന്നെ ഇവിടെ ഉണ്ടാവണം. ഞാൻ ഉണ്ടായിരിക്കും. പിന്നെ നിനക്കൊരു ബിഗ് സർപ്രൈസ് ഉണ്ട്. എന്താടാ അത്? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാതെ നീ വിവാഹത്തിൻ്റെ അന്ന് അറിയും. എന്നാൽ ശരി, നീ എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ. സ്നേഹ കോള് കട്ടാക്കിയതും ജഗൻ ആരുവിൻ്റെ റൂമിലേക്ക് നടന്നു. പിറ്റേന്ന്, ഡാ ശക്തി, എഴുന്നേൽക്ക്. നല്ല തലവേദന. എങ്ങനെ ഇല്ലാതിരിക്കും? ഇന്നലെ അതുപോലെയല്ലേ കുടിച്ചത്. ഞാൻ വീട്ടിലേക്ക് പോട്ടെ. നാളത്തെ കാര്യം ഞാൻ ജീവിച്ചിരുന്നാലല്ലേ നടക്കൂ. ശക്തി, ഡാ. നീരവിനെ നോക്കി ചിരിച്ചവൻ പോയതും നീരവ് ടെൻഷനോടെ നിന്നു. രാവിലെ ആരു കണ്ണു തുറന്നതും ചുറ്റും നോക്കി. എഴുന്നേറ്റോ? ഇതെവിടെയാ? ഇന്നലെ തൻ്റെ ബോഡി വീക്കായിരുന്നു, അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് പോവണം. ഡിസ്ചാർജ് ചെയ്യാതെ എങ്ങനെ പോകാൻ പറ്റും? ഇപ്പോഴും ബോഡി വീക്കാണ്. ആദ്യം താൻ ഫ്രഷായി വാ, ദാ ഡ്രസ്സ്. അവൾ ഫ്രഷ് ആവാൻ പോയതും ജഗൻ പുറത്തേക്ക് നടന്നു. അവൾ ഫ്രഷായി ഇറങ്ങിയതും അവൾക്ക് ഭക്ഷണം കൊടുത്തു. ചിക്കി ചികഞ്ഞു കുറച്ച് കഴിച്ചതും അവൾ മതിയാക്കി. ആരും കഴിക്കുന്നില്ലേ? വിശപ്പില്ല. ഉള്ളിലൊരാളുണ്ട്, അത് ഓർമ്മ വേണം. ഇതും പറഞ്ഞവൻ പോയതും അവൾ കൈ കഴുകി ബെഡിൽ വന്നിരുന്നു. ശക്തിയേട്ടാ. എന്താ ഉണ്ണി? നാളെ വിവാഹം നടക്കൂ. അവനൊന്നും പറയാതെ റൂമിലേക്ക് കയറിപ്പോയതും ഉണ്ണി വേദനയോടെ അവൻ പോകുന്നത് നോക്കി നിന്നു. ഡോക്ടർ. എന്താ ജഗൻ? ആരാധ്യയുടെ ഡിസ്ചാർജ് ഇന്നുകൂടെ ഇവിടെ കിടക്കട്ടെ, നാളെ ഉച്ചയ്ക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം. ആ കുട്ടിയുടെ ബോഡി ഓക്കെ അല്ല, അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യുന്നില്ല. അതും പറഞ്ഞ് ഡോക്ടർ പോയതും ജഗൻ ദേഷ്യത്തിൽ നിന്നു. പിന്നെന്തോർത്ത പോലെ ഡോക്ടറുടെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് ഡോക്ടർ ആർക്കോ ഫോൺ ചെയ്യുന്നത് ശ്രദ്ധിച്ചത്. ഹലോ ആകാശ്, ഞാൻ ഡോക്ടർ ആലിസാണ്. നിങ്ങൾ എത്താറായോ? ആരാധ്യയുടെ കൂടെയുള്ള ആൾ ഡിസ്ചാർജിന് വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഒരു തരത്തിൽ ഞാൻ അവരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആകാശിൻ്റെ ആളായിരുന്നു ഡോക്ടർ. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. പിന്നെ അവൻ ആരുവിൻ്റെ റൂമിലേക്ക് എത്തിയതും ആരു അവനെ നോക്കി. ആരു, നമുക്ക് വേഗം ഇറങ്ങണം. ആകാശ് ഏത് നിമിഷവും ഇവിടെ എത്താം. ആരുവിനെ കൊണ്ട് ജഗൻ ബാക്ക് ഡോർ വഴി ഇറങ്ങിയതും അവിടുത്തെ സെക്യൂരിറ്റിയെ കണ്ടു. നിങ്ങളെന്താ ഈ വഴി? ഞങ്ങൾക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? എന്ത് സർ? പുറത്ത് കാറ് കിടക്കുന്നുണ്ട്, അത് ആ വഴിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്കെന്താ ലാഭം? കുറച്ച് പൈസ അയാൾക്ക് നേരെ നീട്ടിയതും അയാൾ അതും വാങ്ങി ജഗൻ കൊടുത്ത കീ കൊണ്ടുപോയി. ആരു വാ. ഈ സമയം ആകാശിൻ്റെ കാർ ക്ലിനിക്കിൻ്റെ മുൻപിൽ വന്നു നിന്നതും ആരു ജഗൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ജഗൻ അവളെ കൊണ്ട് വേഗം വഴിയിലേക്ക് എത്തിയതും അവർ കാറിലേക്ക് കയറി. ശക്തി. എന്താ? ദാ, ഇത് നാളെ നിനക്ക് ഇടാനുള്ള ഡ്രസ്സാണ്. പിന്നെ ഇതാ സ്നേഹമോൾക്ക് വാങ്ങിയ താലി. അമ്മ അതും പറഞ്ഞിറങ്ങിപ്പോയതും ശക്തി അതെല്ലാം തട്ടിത്തെറിപ്പിച്ചു. പിന്നെ ആരുവിൻ്റെ ഫോട്ടോ കയ്യിലെടുത്ത് അത് നെഞ്ചോട് ചേർത്ത് വെച്ചു. ഈ സമയം ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും അവൻ അത് നോക്കി പരിചയമില്ലാത്ത നമ്പർ കണ്ടതും അവൻ എടുക്കാതെ വെച്ചു. സ്നേഹ, മോളെ. അച്ഛ, ഞാൻ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് മോളെ. അച്ഛ, ഞാൻ ഒരുപാട് ഹാപ്പിയാ.
ഇന്നു മുതൽ ശക്തി എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. എൻ്റെ മോളിങ്ങനെ സന്തോഷത്തോടെ ഇരുന്ന് കണ്ടാൽ മതി അച്ഛന്. എന്ന് നമുക്കിറങ്ങാം. പിന്നെ അവർ അമ്പലത്തിലേക്ക് തിരിച്ചു. ശക്തി ഇറങ്ങാൻ സമയമായി. ഞാൻ നീരവിനൊപ്പം വന്നുകൊണ്ട് ഒരു കാർ വണ്ടി അമ്പലത്തിലേക്ക് തിരിച്ചതും നീരവിൻ്റെ ഒപ്പം ശക്തിയും കയറി. അമ്മേ, ശക്തി എവിടെ? അവൻ ബാക്കിൽ വരുന്നുണ്ട്. ദാ അവരുടെ കാറ് വരുന്നു. ശക്തി അമ്പലത്തിന് മുൻപിൽ വന്നു നിന്നതും സ്നേഹയെ ദേഷ്യത്തിൽ നോക്കി. പിന്നെ ദേവി വിഗ്രഹത്തിന് നോക്കി മൗനമായി പ്രാർത്ഥിച്ചു. മുഹൂർത്തമായി. താലി കെട്ടിക്കോളൂ എന്ന് തിരുമേനി അവന് നേരെ താലി നീട്ടിയതും അവൻ താലി കയ്യിൽ വാങ്ങി പോക്കറ്റിലിട്ടു. ശക്തി, എന്താ നീ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. ഇതും പറഞ്ഞ് സ്നേഹയെ മാറ്റി നിർത്തി കവളിൽ ആഞ്ഞടിച്ചതും സ്നേഹ പകപ്പോട് ശക്തിയെ നോക്കി. ശക്തി, ഒറ്റയാ മിണ്ടിപ്പോകരുത്. പറയടി, ആരുവിനെ കൊല്ലാൻ നോക്കിയതിൽ നിനക്ക് പങ്കുണ്ടായിരുന്നു? എനിക്കോ? ശക്തി എന്തൊക്കെയായി പറയുന്നത്? ആരും ആക്സിഡൻറ്റിലല്ലേ മരിച്ചത്? അവൾ മരിച്ചോ അതിന്? ശക്തി എന്താ ഇങ്ങനെ ചോദിച്ചത്? ഇനി ഇവൻ അറിഞ്ഞോ ആര് ജീവനോടെ ഉള്ളത്? സ്നേഹ മനസ്സിലോർത്തു. പറ സ്നേഹ, ആരിപ്പോൾ ജീവനോടെ ഉണ്ടോ? ശക്തി, നീ എന്തൊക്കെയാ മോളോട് ചോദിക്കുന്നത്? മരിച്ച ആരു പിന്നെ? എൻ്റെ ആരും മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. ഇവളും ഇവളുടെ മുൻ ഭർത്താവ് ആകാശം കൂടി എൻ്റെ ആരുവിനെ എന്നിൽ നിന്ന് മാറ്റിയത്. ആരു ജീവനോടെയുണ്ടോ? ആരുവിൻ്റെ അമ്മ ചോദിച്ചു. ഉണ്ട്. ഈ സമയം ഒരു കാറ് വന്നു നിന്നതും എല്ലാവരും അതിലേക്ക് നോക്കി. അതിൽ നിന്നിറങ്ങുന്ന ആരുവിനെ കണ്ടതും എല്ലാവരും ഞെട്ടിവിറച്ചു നിന്നു. ഈ സമയം ശക്തിയുടെ ഓർമ്മ ഇന്നലെ പോയ ആരുവിൻ്റെ ഫോട്ടോ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കിടക്കുമ്പോഴാണ് അറിയാത്ത നമ്പറിൽ നിന്ന് കോള് വന്നത്. ആദ്യം 2 വട്ടം എടുത്തില്ലെങ്കിലും പിന്നീട് വന്നതും എടുത്തു. അതിൽ ജഗൻ പറയുന്നത് ഓരോന്നും കേൾക്കും തോറും ശക്തിയുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞൊഴുകി. ഒപ്പം ആകാശിനെയും സ്നേഹയെയും കൊല്ലാനുള്ള ദേഷ്യവും നിറഞ്ഞു. ശക്തിയേട്ടാ, ആരും അവനെ വിളിച്ചതും അവൻ ചിന്തയിൽ നിന്നുണർന്നു. പെട്ടെന്ന് അവൻ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ മുഖമെല്ലാം ചുംബനങ്ങൾ കൊണ്ട് മൂടി. ആരുടാ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനൊന്നും. നീ ഒറ്റയ്ക്ക് ഇത്ര നാളും? ഒറ്റയ്ക്കായിരുന്നില്ല ശക്തിയേട്ട, കൂടെതാ ഇവിടെയുള്ള ആളുണ്ടായിരുന്നു. അവൾ വയറ്റിൽ തൊട്ട് പറഞ്ഞതും ശക്തിയുടെ കണ്ണുകൾ തിളങ്ങി. പിന്നെ അവൻ ചെറുതായി വീർത്ത വയറിൽ ചുണ്ടമർത്തിയതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നെ എല്ലാവരും അവൾക്ക് ചുറ്റും കൂടിയതും പെട്ടെന്ന് സ്നേഹ അവിടെ നിന്ന് അച്ഛനെ കൂട്ടി പോവാനിറങ്ങിയതും നീരവും ഉണ്ണിയും വിധുവും അവളെ തടഞ്ഞു വെച്ചു. അല്ല, എങ്ങോട്ടാ മുങ്ങി പോകുന്നത്? മര്യാദയ്ക്ക് മോർ നിൽക്ക്. നിൽക്കാം, അതിനു മുൻപേ അവർ വരട്ടെ. ആര്? ആ, പറഞ്ഞത് ആവിടത്തില്ല, അതിനു മുൻപെത്തി. പോലീസ് ജീപ്പ് മുൻപിൽ വന്നു നിന്നതും സ്നേഹ അച്ഛനെ മുറുക്കെ പിടിച്ചു. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ്. നോ, ഞാൻ വരില്ല. വരണ്ട, കൊണ്ടുപോവാൻ ഞങ്ങൾക്കറിയാം. അച്ഛാ, എന്നെ കൊണ്ടുപോകരുതെന്ന് പറ പ്ലീസ് സർ, എൻ്റെ മോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ലേഡീസ് കോൺസ്റ്റബിൾ വന്ന് സ്നേഹയെ പിടിച്ചുകൊണ്ട് പോയതും അവളുടെ അച്ഛൻ എല്ലാവരെയും ദേഷ്യത്തിൽ നോക്കി കാറിൽ കയറിപ്പോയി. മോളെ, അമ്മയോട് ക്ഷമിക്ക്, ഒന്നും അറിയാതെ ഞാൻ. അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ആരുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു. പിന്നെ അധിക നേരം നിൽക്കാതെ വീട്ടിലേക്ക് തിരിച്ചു. ആരു, എന്താ ശക്തിയേട്ടാ? ഞാനൊന്ന് പുറത്തു പോവാൻ, കുറച്ച് കാര്യങ്ങളുണ്ട്, അത് തീർക്കണം. ശക്തിയേട്ടാ, പേടിക്കാതെ, ഞാൻ വേഗം വരും. ശക്തിയും നീരവും ആരുവിനോട് പറഞ്ഞ് അവിടെ നിന്നിറങ്ങിയതും ആകാശം ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ജഗൻ, അവൻ ഇവിടെയാണെന്ന് ഉറപ്പാണോ? അതേ ശക്തി, പിന്നെ എൻ്റെ കുറച്ചാളുകൾ അവൻ്റെ കൂടെയുണ്ട്. ശക്തിയും നീരവും വാതിൽ തള്ളി തുറന്നുള്ളിലേക്ക് കയറിയതും ആകാശ് അവരുടെ മുന്നിലേക്ക് വന്നു. എത്തിയോ? ഞാൻ കാത്തിരിക്കുവായിരുന്നു. വരാതിരിക്കാൻ പറ്റില്ലല്ലോ ആകാശ്, ഇവിടെ നിന്ന് ജീവനോടെ നീ പോകില്ല. പെട്ടെന്ന് അവൻ്റെ ആളുകൾ ചുറ്റും കൂടി നിന്നതും ശക്തി പുച്ഛച്ചിരിയോടെ നിന്നു. നിങ്ങളെന്നാ വിട്ടോ, ശക്തി ആകാശിൻ്റെ ആളുകളെ നോക്കി പറഞ്ഞതും അവർ അവിടെ നിന്നിറങ്ങി. ഡാ, നീ അപ്പോൾ എൻ്റെ ആളുകളെ വലവീശി പിടിച്ചു അല്ലേ? പക്ഷെ അവരില്ലെങ്കിലും നിങ്ങളെ 2 പേരെ ഒതുക്കാൻ ഞാൻ മാത്രം മതി. ഇതും പറഞ്ഞ ആകാശ് ശക്തിയെ ആഞ്ഞു ചവിട്ടിയതും അവൻ നിലത്തേക്ക് വീണു. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ ചാടി എഴുന്നേറ്റ് ആകാശിനെ തിരിച്ചടിച്ചു. ആകാശ് ശക്തിയോടെ ഏറ്റുമുട്ടി നിൽക്കുമ്പോഴാണ് പോലീസ് ജീപ്പിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടത്. അത് കേട്ടതും ആകാശ് ശക്തിയെ തള്ളി മാറ്റി ബാക്ക് ഡോർ വഴി ഓടി അവൻ്റെ ബാക്കിലായി ശക്തിയും. പെട്ടെന്നൊരു വണ്ടി ആകാശിനെ ഇടിച്ച് തെറിപ്പിച്ചതും ശക്തി നിന്നു. ആകാശ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടതും ശക്തി പുച്ഛത്തോടെ അവൻ്റെ അടുത്ത് പോയിരുന്നു. നീ ചെയ്ത പാപങ്ങളുടെ ശിക്ഷയാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. വേദന നന്നായി ഉണ്ടല്ലേ? ഇതുപോലെ വേദന അനുഭവിച്ച എത്ര പേര് നിനക്ക് മുൻപിൽ നിന്നിട്ടുണ്ടാവും. എൻ്റെ അനിയത്തിയെ വരെ നീ. അവൾ ജീവനോടെയുണ്ട്.
എന്താ ആകാശ് പറഞ്ഞത്? അവൾ ജീവനോടെ ഇന്നും ഉണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്ക്. ആകാശ് പറ, അവൾ എവിടെയാ? അവൻ വേദന സഹിച്ച് പുച്ഛച്ചിരിയോടെ അവനെ നോക്കി കണ്ണുകൾ അടച്ചു. ആകാശ്. പെട്ടെന്ന് പോലീസും നീരവും വന്നതും ആകാശിനെ നോക്കി. പിന്നെ അധികം നിൽക്കാതെ ശക്തിയെ കൊണ്ട് നീരവ് യാത്ര തിരിച്ചു. ശക്തിയേട്ടാ, എങ്ങോട്ടാ പോയത്? ആരു, നമ്മുടെ ജീവിതത്തിൽ ആകാശിനി ഉണ്ടാവില്ല എന്ന് വെച്ച ശക്തിയേട്ടൻ ആകാശിനെ കൊന്നു. എൻ്റെ ഈശ്വര, ഇനി ഞാൻ നിങ്ങളെ ജയിലിൽ വന്ന് കാണേണ്ടി വരില്ലേ? ശക്തിയുടെ ഒരാട്ട് കേട്ടതും ആരു അവനെ കൂർപ്പിച്ചു നോക്കി. ഒരു സത്യമല്ലേ പറഞ്ഞത്? അവിടെ നടന്നതെല്ലാം ജഗൻ നിന്നെ വിളിച്ചു പറഞ്ഞു എന്ന് എനിക്കറിയാം. ഒരു കൊച്ചിൻ്റെ അമ്മ ആവാറായി, എന്നിട്ടും നിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ലല്ലോ പെണ്ണേ. ചൂടൻ്റെ പോക്കിരിക്കെ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല സാറേ. ആകാശിൽ നിന്ന് വേറെ സത്യം അറിഞ്ഞിരുന്നു. അത് സത്യമാണോ എന്നറിയണം. എന്താ ശക്തിയേട്ടാ? എൻ്റെ അനിയത്തിക്കുട്ടി മരിച്ചിട്ടില്ല അവൻ പറഞ്ഞത്. എന്നോട് നീരവേട്ടൻ പറഞ്ഞിരുന്നു ശക്തിയേട്ടൻ്റെ അനിയത്തി ഭുവനയെ പറ്റി. പക്ഷെ മരിച്ചു എന്നാണല്ലോ പറഞ്ഞത്. നിന്നെ വെച്ച് ഡ്രാമ കളിച്ചില്ലേ, അതേ കളിയാവും അന്നു നടന്നിട്ടുണ്ടാവുക. പക്ഷേ ഭുവന എവിടെയാവും ശക്തിയേട്ടാ? അറിയില്ല, കണ്ടുപിടിക്കണം. അവളുടെ പഴയ ഫോട്ടോ വല്ലതുമുണ്ടോ കയ്യിൽ? ഒരു മിനിറ്റ്, ദാ ഇതാണ് ആള്. ഇത് ഭാനു അല്ലേ? ഭാനു? പിന്നെ അവൾ കണ്ടതു മുതലെല്ലാം അവനോട് പറഞ്ഞു. പിന്നെ വീട്ടിലെല്ലാവരെയും അറിയിച്ച് അവളുടെ നാട്ടിലേക്ക് പോയി. ഭാനു. ആരു ചേച്ചി? ചേച്ചി ഇവിടെ? ഞാൻ മാത്രമല്ല, എൻ്റെ ചൂടനുമുണ്ട്. ഭാനു ശക്തിയെ നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെന്താ കരയുന്നത്? ഈ ഏട്ടനെ കാണുമ്പോൾ എൻ്റെ ആരൊക്കെയോ ആയി തോന്നുന്നു. ഇവരെ അറിയോ മോൾക്ക്? ശക്തിയുടെ അച്ഛനും അമ്മയും അവൾക്ക് മുന്നിലേക്ക് വന്നതും അവൾ ആരുവിനെ നോക്കി. ചേച്ചിയുടെ അമ്മയും അച്ഛനുമാണോ? ശക്തി പെട്ടെന്ന് അവർക്ക് മുൻപിൽ കയറി നിന്നതും ഭാനു അവനെ നോക്കി. മോളെ, ഞങ്ങൾക്കൊപ്പം വരുമോ നീ? നിന്നെ കൊണ്ടുപോവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇല്ലേട്ടാ, ഇവിടെ എനിക്കൊരമ്മയുണ്ട്. അവരെ തനിച്ചാക്കി ഞാൻ എങ്ങനെ വരും? മോളെ മാത്രമല്ല, ആ അമ്മയെയും ഞങ്ങൾ കൊണ്ടുപോവുക. ശക്തി പറഞ്ഞതും ഭാനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നെ ആ അമ്മയുടെ സമ്മതം കിട്ടിയതും ഭാനു ആരുവിനെ കെട്ടിപ്പിടിച്ചു. ഈ ഓർമ്മയിലൂടെ അവൾ ജീവിക്കട്ടെ ഭാനുവായി. ശക്തി അവളെ നോക്കി നീരവിനോട് പറഞ്ഞതും അവനും ഭാനുവിനെ നോക്കി. 3 വർഷങ്ങൾക്ക് ശേഷം. ആരു, നിൽക്കടി പെണ്ണേ. എന്താടാ ചൂടാ? ഈ വയറും വെച്ച് എങ്ങോട്ടാ ഓടുന്നത്? ഞാൻ ഭാനുവിൻ്റെ അടുത്തേക്ക്. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്ക്. 4 മാസമല്ലേ ആയുള്ളൂ. പിന്നെ എന്താ, ഒറ്റയ്ക്കിരുന്നതിന് ബോറടിക്കും ശക്തിയേട്ടാ. അതോർത്ത് നീ പേടിക്കേണ്ട, കൂട്ടിന് ഇവളുണ്ട്. ചെപ്പുവിന് ആരുവിൻ്റെ അടുത്തിരുത്തി നീരവ് പറഞ്ഞതും ആരുവും ചെപ്പും അവരെ കൂർപ്പിച്ചു നോക്കി. ആരു, നിന്റെ ഇരട്ട പ്രൊഡക്റ്റ് എവിടെ? അച്ഛൻ്റെയും അമ്മയും കയ്യിലുണ്ട്. പിന്നെ ഭാനുവിൻ്റെ സ്റ്റേജിൽ കൊണ്ടുവരാൻ സമയമായതും ആരുവും ചെപ്പും അവരുടെ അടുത്തേക്ക് പോയി. പിന്നെ അവളെ സ്റ്റേജിൽ കൊണ്ടിരുത്തി. ശക്തിയേട്ടാ, മക്കൾ 2 എവിടെ? ഒരാൾ വിധുവിൻ്റെ കയ്യിലും മറ്റേയാൾ ഉണ്ണിയുടെ കയ്യിലുമുണ്ട്. ദാ അങ്ങോട്ട് നോക്ക്. ആരു വിധുവിൻ്റെ കയ്യിലിരുന്ന അനുജിത്ത് എന്ന അപ്പുവിനെയും ഉണ്ണിയുടെ കയ്യിലിരിക്കുന്ന അമർനാഥ് എന്ന അച്ചുവിനെയും നോക്കി. പിന്നെ മുഹൂർത്തത്തിന് സമയമായത് ഭാനുവിൻ്റെ കഴുത്തിൽ അക്ഷയ് താലി ചാർത്തി. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവർക്ക് പോകാൻ സമയമായതും ഭാനു എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഭാനു അധികം കരഞ്ഞു കുളമാക്കേണ്ട, നാളെ നമുക്ക് കാണാം. ആരു അങ്ങനെ പറഞ്ഞതും ഭാനു ശക്തിയെ ദയനീയമായി നോക്കി. അക്ഷയനെ നോക്കി. പിന്നെ അവൾ ചാടിത്തുള്ളിപ്പോയി കാറിൽ കയറിയതും എല്ലാവരും ചിരിച്ചു. രാത്രി ശക്തി വാഷ്റൂമിൽ കയറുന്നത് കണ്ടതും ആരു 2 മക്കളെയും ഉറക്കി കിടത്തി വേഗം കണ്ണടച്ച് കിടന്നു. ആരു, കള്ള ഉറക്കം എനിക്ക് മനസ്സിലാവും. പിന്നെ ഇന്ന് ക്ഷീണം കാരണം വെറുതെ വിട്ടിരിക്കുന്നു. അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി ചിരിച്ചതും ശക്തി അവളുടെ അടുത്തേക്ക് വന്ന് കിടന്ന് അവളെയും മക്കളെയും ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വീണു. ആരു, എഴുന്നേൽക്ക്. തുടങ്ങി, ഇങ്ങേർക്ക് വേറെ പണിയില്ലേ? വേഗം കുളിച്ചു വന്നിരുന്ന് പഠിക്ക്. ഇന്ന് വേണോ ശക്തിയേട്ടാ? അവൻ അവളെ കൂർപ്പിച്ചു നോക്കി കൈകെട്ടി നിന്നതും അവൾ വേഗം കുളിച്ചു മാറി വന്നിരുന്ന് പഠിക്കാൻ തുടങ്ങി. പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ ചെപ്പുവിൻ്റെ കണ്ടതും അവൾ എടുത്തു. ആരു, 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങിയോ? തുടങ്ങി. അവിടെയോ? അതുതന്നെ അവസ്ഥ. ഭാനു മാത്രം രക്ഷപ്പെട്ടു. ഇപ്പോൾ കിടന്നുറങ്ങുന്നുണ്ടാവും. ചെപ്പു അത് പറഞ്ഞു നിർത്തിയതും ഭാനുവിൻ്റെ മെസ്സേജ് വന്നു. ഭാനു, നീ എഴുന്നേറ്റോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട. ഇന്നലെ രാത്രി വരെ എന്നോട് പഠിക്കാൻ പറഞ്ഞു ദുഷ്ടൻ. കൂടാതെ ഇപ്പോഴും വിളിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പം നിന്റെ ഫസ്റ്റ് നൈറ്റ് നടന്നില്ലേ? അത് ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പെട്ടെന്ന് ശക്തി ആരുവിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ ഫോൺ ഓഫാക്കി വെച്ചു.
അച്ചൂട്ട, അപ്പു, അച്ഛനും ഉമ്മ തന്നേ. രണ്ടുപേരും ശക്തിക്ക് ഉമ്മ കൊടുത്തതും അവൻ ആരുവിനെ കൂട്ടിയിറങ്ങി. ആരു, ചെപ്പു, ബാനു നന്നായി എക്സാം എഴുതണം. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. കോപ്പി അടിക്കാൻ ആരും നോക്കണ്ട. കഴിഞ്ഞു. 3 പേര് ഒരുമിച്ച് ചോദിച്ചതും അവർ തലയാട്ടി. പിന്നെ എക്സാം ഹാളിലേക്ക് കയറിയതും അവർ നല്ലതുപോലെ എക്സാം എഴുതിയിറങ്ങി. അങ്ങനെ 5 എക്സാം കഴിഞ്ഞതും PG കഴിഞ്ഞ കോളേജിൽ നിന്ന് പടിയിറങ്ങി. ആരും എഴുന്നേൽക്ക്. എന്താ ശക്തിയേട്ടാ? എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവ്. മനുഷ്യ, എക്സാം കഴിഞ്ഞു, എന്നിട്ട് എന്തിനു 4 മണിക്ക് എഴുന്നേൽപ്പിക്കുന്നത്? നീ പോയി കുളിച്ചു വാ പെണ്ണേ. ആരു ചാടിത്തുള്ളി കുളിച്ചു വന്നതും പെട്ടി പാക്ക് ചെയ്യുന്ന ശക്തിയെ കണ്ട് ഞെട്ടി നോക്കി. നിങ്ങൾ എങ്ങോട്ടാ? വേഗം റെഡിയായി വാ. അവൾ വേഗം റെഡിയായി വന്നതും കുഞ്ഞുങ്ങളെ എടുത്തു വന്നതും അച്ഛനും അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങി. പുറത്തു നിൽക്കുന്ന ചെപ്പുവിനെയും ഭാനുവിനെയും വിധുവിനെയും ഉണ്ണിയെയും കണ്ടതും അവൾ ശക്തിയെ നോക്കി. നിങ്ങളുടെ 3 പേരുടെയും ആഗ്രഹം സാധിച്ചു തരാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ടൊരു ലോങ് ട്രിപ്പ് പോവാം. ഡോക്ടറുടെ അനുവാദം ചോദിച്ച് 2 പേരെയും കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ കളി വേണ്ട. പിന്നെ അവർ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. വിധു കാറെടുത്തതും ആരു കയ്യിലിരിക്കുന്ന അപ്പുവിനെ ചേർത്ത് പിടിച്ചു. പിന്നെ ശക്തിയുടെ കയ്യിലിരിക്കുന്ന അച്ചുവിനെ നോക്കി. പിന്നെ ഫോൺ എടുത്ത് കോളാക്കി. ശക്തിയുടെ ഫോണിൽ പ്രൈവറ്റ് നമ്പർ എന്ന് വന്നതും ശക്തി ആരുവിനെ നോക്കി. ശക്തി കോൾ ഓണാക്കിയതും ആരുവിൻ്റെ ശബ്ദം അതിൽ നിന്ന് ഒഴുകി. ചൂടാ, ലവ് യു ടു പോക്കിരി. ആരു ചിരിയിൽ ശക്തിയുടെ നെഞ്ചിലേക്ക് ചാരി. ഈ സമയം അവളുടെ മനസ്സിലൂടെ ചൂടൻ്റെയും പോക്കിരിയുടെയും കഥ കടന്നുപോയി. ശക്തി ആരുവിൻ്റെ നെറ്റിയിൽ ചുണ്ട് ചേർത്ത് മക്കളെയും ആരുവിനെയും ചേർത്ത് പിടിച്ചു. ഇതെല്ലാം കണ്ണാടിയിൽ കൂടെ കണ്ട വിധുവിൻ്റെയും ഉണ്ണിയുടെയും നീരവിൻ്റെയും ചുണ്ടിൽ ചിരി വിരിഞ്ഞു.